ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളെ വീട്ടിലെ ആദ്യത്തെ മൊയിലേർ ചെലവാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ ഒരു ദിവസം മാക്സിമം അടിപൊളിയാക്കണം തന്നെയാ നമ്മൾ കരുതണേ. നമ്മുടെ കുഞ്ഞിച്ചെറുക്കനെ വെച്ചിട്ട് ഇതൊക്കെ എന്താവും എന്തോ എന്നുള്ള ചെറിയ ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് അൽഹംദുലില്ലാ തലേ ദിവസത്തെ പ്ലാനിങ് ഒക്കെ എന്നെ നല്ലോണം ഹെൽപ്പ് ആക്കി. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം അല്ലേ. സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നേരെ കിച്ചണിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ നമ്മളെ നേരം വൈകിക്കണ തരത്തിലുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ചെയ്തു വെക്കാട്ടോ. അങ്ങനെയാണെങ്കിൽ രാവിലെ നമുക്ക് കിച്ചണിക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാകും. ഇന്ന് എന്തായാലും തിരക്കുള്ള ദിവസമാണെന്ന് നമുക്കറിയാം. നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ എയില പോകുക എന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തലേ ദിവസം വയ്ക്കണതൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കുക. സോ ഞാനിവിടെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയൊക്കെ ചെരുവി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിന്, ചപ്പാത്തി വരെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും ടെൻഷൻ ഇല്ലാതാക്കാനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യം പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണ്. എന്നാൽ പിന്നെ കൂടുതൽ ടെൻഷൻ അയിമിട്ടിട്ട് ആകെ സമയം പോകേണ്ട ആവശ്യമില്ല. ഇതിപ്പം വന്നിട്ട് കറിയാണ് എന്നെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അതായത് അത് ആയി കിട്ടാൻ ഉണ്ടാക്കുന്ന കാര്യമല്ല പറഞ്ഞത്, അത് പെട്ടെന്ന് റെഡിയായി കിട്ടണമല്ലോ. കടി ഇനിയിപ്പോൾ ഇച്ചിരി വൈകിയാലും സീനൊന്നും ഇല്ല എന്നുള്ളൊരു തോട്ടുണ്ട് എനിക്ക്. അപ്പോൾ ആദ്യം വേഗം നമ്മൾ കറികളൊക്കെ സെറ്റാക്കി തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി റെഡിയാക്കണുണ്ട്. കുറച്ച് ഗ്രീൻ പീസ് കറിയും റെഡിയാക്കണുണ്ട്. ഈ പാത്രം കഴുകൽ ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ടുള്ള ഒരു ടാസ്ക് ആക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അപ്പം ഉള്ളത് അപ്പം തന്നെ കഴുകി തീർക്കണുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്നായിട്ട് ഒരുക്കൂടുമ്പോഴാണ് നമുക്കിതൊരു ഭയങ്കര പ്രയാസമായി തോന്നുക. ഓരോന്ന് അപ്പം തന്നെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലാസ്റ്റിക്ക് വലിയൊരു സീനാവില്ല. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, നൂൽപുട്ടും ചപ്പാത്തിയാണ് കേട്ടോ. അതിലോട്ട് കറിയായിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കി, പിന്നെ ഗ്രീൻ പീസ് കുറുമ അതും കൂടെയാണ് നമ്മൾ സെറ്റാക്കുന്നത്. കുക്കർ വിസിലടിക്കണത് കണ്ടിട്ട് നമുക്ക് തന്നെ ആകെ കൺഫ്യൂസ്ഡ് ആയേ. ഇത് ഏതിന്നാണ് തുടങ്ങുന്നത് ഏതിന്ന് അവസാനിക്കണേന്ന് അറിയണില്ല. രണ്ടിനെയും ഒരുമിച്ച് വെച്ചതല്ലേ. ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞല്ലോ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ തീർത്തീനു എന്നുള്ളത്. സോ അതിലൊന്നാണ് ഇതാ തേങ്ങ ചിരവലും, മറ്റൊന്ന് ഈ ചപ്പാത്തി പരത്തി വെക്കലാണ് കേട്ടോ. ഇതൊക്കെ നേരം വെളുക്കുമ്പോൾ സമയം പോകുന്ന ഒരു പരിപാടിയാണ്. എക്സ്പെഷ്യലി ഇന്ന് കറണ്ട് പോകുന്നുണ്ടായിരുന്നു, 8 മണിയാകുമ്പോൾ കറണ്ട് പോകുന്നുള്ളത്. അപ്പം ഞാൻ രാവിലേക്കൊക്കെ ഉള്ളതും ഉച്ചക്കൊക്കെ ഉള്ളതും ഒക്കെ ആയിട്ടുള്ള പല തരത്തിലാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ. അത് മുഴുവൻ അരച്ചെടുക്കണം, പല വിധത്തിലായിട്ട് അരച്ചെടുക്കണേ. അതിൻ്റെ പരിപാടിയിലോട്ട് നിന്ന് 8 മണിയാകുമ്പോൾ കറണ്ട് പോകുന്നതിനും തലേ ദിവസം തന്നെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് പോയില്ല കേട്ടോ, അൽഹംദുലില്ലാ. ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ചെയ്തിനു ഒന്ന് പോവാതെന്നെങ്കിൽ എന്നുള്ളത്. കാരണം നമുക്കെല്ലാം ഈ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തിരക്ക് പിടിച്ച ദിവസം കറണ്ട് പോവാന്ന് വെച്ചാൽ അത് ഭയങ്കര ഇടങ്ങേറിക്കാരോ. അങ്ങനെ തേങ്ങരക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നൂൽപുട്ടിനുള്ള മാവും കൂടെ ഒന്ന് സെറ്റാക്കി വെക്കണമല്ലോ. അപ്പോൾ അതവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചൂടൊക്കെ ഒന്നങ്ങോട്ട് ആറി റെഡിയായി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് കറികളൊക്കെ ഓൾറെഡി ഇവിടെ റെഡി ആയിക്കണമല്ലോ. അപ്പം അതിക്കുള്ള തേങ്ങ ഒഴിക്കലുണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് തീരുമാനമാക്കാം. ഈ ഒരു ദിവസം നമുക്ക് ഒരുപാട് ജോലികളുണ്ട്. അപ്പം ആലോചിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കും. രാവിലെ ഇതുണ്ട്, ഉച്ചയ്ക്ക് ഇനി അതുണ്ട്, രാത്രി ഇനി അതുണ്ട്. ബട്ട് നമ്മളുണ്ടല്ലടാ ഒരു കറക്റ്റ് ഫോളോ അപ്പോട് കൂടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആദ്യം ഒന്ന് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അടുത്തത്, അത് കഴിഞ്ഞിട്ട് അടുത്തത്. ഈ ഒരു ദിവസത്തെ ടൈം ടേബിള് തലേ ദിവസം തന്നെ കിടക്കാൻ നേരത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പഠിപ്പിക്കുക. ആദ്യം നമുക്കിത് എടുക്കണം, പിന്നെ അത് എടുക്കണം എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് തന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. എനിവേ നമ്മുടെ കറി ഉണ്ടാക്കലൊക്കെ അത് അവിടെ തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട്. കറി ഉണ്ടാക്കൽ കഴിഞ്ഞാൽ തന്നെ വലിയ എന്തോ സംഭവം കഴിഞ്ഞ പോലെയാണ്, എക്സ്പെഷ്യലി 2 കറികളൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പലഹാരങ്ങളിലോട്ട് കിടക്കാം. അതായത് നൂൽപുട്ട്, ചപ്പാത്തി, ഈ വക സംഭവങ്ങളും കൂടെ ഉണ്ടാക്കിയെടുക്കണം. കൃത്യമായ പ്ലാനിങ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിലും എനിക്ക് അത്ര വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ലേനു കേട്ടോ. ഉസ്താദുമാർ മൊത്തം 7 ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ടെൻഷനാണ്. എല്ലാം റെഡി ആവണേ, സമയത്തിന് കൊടുക്കാൻ പറ്റണേ, അങ്ങനത്തെ ഒക്കെ കുറേ ടെൻഷൻ വരും. പക്ഷേ ഇത്തവണ നമുക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ മൊയിലേർ ചെലവാണ്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വീട്ടിൽ ആലിമീങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. മുതിർന്നവരൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അമ്മമാരൊക്കെ പറയലുണ്ട് ഇങ്ങനെ, ഉസ്താദുമാർക്ക്, പള്ളിക്കൽ ഉസ്താദുമാർക്ക് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അങ്ങനത്തെ ആർക്കും ആയിക്കോട്ടെ, അതൊരു നേരത്തെ ഭക്ഷണം നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണത്. സോ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എത്ര വലിയ ക്ഷീണം അതിൻ്റെ ബാക്കിലുണ്ടെന്നുണ്ടെങ്കിലും അതിലും വലിയൊരു സന്തോഷം അതിൻ്റെ പുറകെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ സിമ്പിളായിക്കാരം.
നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ എപ്പോൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് തോന്നും ഇതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്ത് തീർക്കും, എപ്പോൾ തീരാനാണ് എന്നൊക്കെ. ബട്ട് നമ്മൾ പേടിച്ചതിൻ്റെ പകുതിയും കൂടി ടെൻഷൻ ഇല്ലാതെ നമുക്ക് എല്ലാം നല്ല ഉഷാറായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്താ പറയുക, ഹറിബറി ആവാണ്ട് ഓരോന്നിങ്ങനെ വരിക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ. പത്തിരി നമ്മൾ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്തതാണ് കേട്ടോ. കാരണം ഒരുവിധം വീട്ടിൽ നിന്നൊക്കെ ഓൽക്ക് അതന്നെ ഇക്കാരം കിട്ടും. സോ നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് നേരെ നൂൽപുട്ടും അതേപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുറത്തുനിന്ന് നമ്മളൊന്നും കൊടുന്നില്ല. പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് അത്ര വലിയ സുഖമുള്ള പരിപാടിയല്ല. അതായത് നമ്മൾ മനസ്സിലൊരു നല്ല നെയ്യത്തൊക്കെ വെച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊന്ന് വേറെ തന്നെയാണ്. 8 മണിയൊക്കെ ആകുമ്പോഴാണ് അവർ ചായ കുടിക്കാൻ വരിക. അപ്പോൾ സമയം ബാക്കിയാണ് നമുക്ക്. അതിന് മുന്നേ നമ്മളിതെല്ലാം തീരുമാനമായിട്ടുണ്ട്. കുറച്ച് പാൽച്ചായയും കുറച്ച് കട്ടനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടിയിട്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കിച്ചണിലെ ടേബിളും കൂടെ ഇങ്ങോട്ട് ഇട്ടീനു. അപ്പോൾ അതൊക്കെ തോത്തി തുടച്ച് റെഡി ആക്കുന്നുണ്ട്. നമ്മുടെ നിച്ചും കൂടെ ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ നാത്തൂൻ്റെ മോളാണ്. ആളും ഇവിടെ ഉണ്ടായിരുന്നു ആ ഒരു ദിവസം. കൃത്യസമയത്ത് തന്നെ ഐബുട്ടനും എണീറ്റ് വന്നിട്ടുണ്ട്. സുബൈക്ക് ഞാൻ നീച്ചപ്പോൾ തന്നെ എൻ്റെ പുറകെ നമ്മുടെ കുഞ്ഞാപ്പൻ നീച്ചീനു കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് തട്ടി ഇങ്ങനെ ഉറക്കിയതാണ് അവനെ. അതുകൊണ്ട് ഈ ഒരു സമയം വരെ കിടന്ന്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കരച്ചിലും ബഹളവും പറയണ്ട. ഇന്നിപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. നല്ല കുട്ടിയായിട്ട് തന്നെ നീച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് തീർക്കാനും പറ്റി. അങ്ങനെതാ ഏകദേശം ഒരു 8-8:30 ആയിട്ടുണ്ട്. ആ ഒരു സമയമായപ്പോൾ നമ്മുടെ മൊയിലേരും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് കുറച്ച് വലിയ ആൾക്കാരായിക്കാരുന്നു. പക്ഷെ വന്നപ്പോഴാ നല്ല കുഞ്ഞു കുട്ടികളാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഓല് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി സെറ്റ് ചെയ്ത് നമുക്കുള്ളതും കൂടെ വെച്ചിട്ട് നമ്മളും ഇരുന്ന് കഴിച്ചു കേട്ടോ. ഇന്നിപ്പം അങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. ആരും വെയിറ്റ് ചെയ്യാൻ സമയമില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് തീർക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കലും അതിൻ്റെ ഇടയിൽ കൂടെ തീർക്കണം. നമ്മുടെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വീണ്ടും കിച്ചണിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് പോവാൻ സമയമില്ല കേട്ടോ. അപ്പോൾ പാത്രം കഴുകലായിട്ടും അവിടെ ക്ലീൻ ആക്കലായിട്ടും അതൊക്കെ, ഈ പാത്രം ഒന്ന് ഒതുക്കി സെറ്റാക്കിയിട്ട് വേണം നമുക്കിതാ ലഞ്ചിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു മൊത്തം 7 ആൾക്കാരാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ 7 ആൾക്കാരുണ്ടാവും, ഉച്ചയ്ക്ക് 2 ആൾക്കാരുണ്ടാവുന്നതിനും ആദ്യം പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഈ ഒരു സെയിം ഡേ സ്കൂളില്ലായിരുന്നു. മഴയൊക്കെ കാരണം കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഈ 7 കുട്ടികളും ഉച്ചയ്ക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ 2 വട്ടാക്കിയിട്ടാണ് ചോറൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. റൈസ് കുക്കറിൽ ഒറ്റ അടിക്ക് എന്തായാലും പോയില്ലല്ലോ. അതേപോലെ തന്നെ തേങ്ങ ഞാൻ തലേ ദിവസം തന്നെ കുറച്ച് ചിരവി സെറ്റാക്കി വെച്ചിരുന്നു. ബട്ട് അത് തികയൂല. 7 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ചുള്ള കറിക്ക് ക്വാണ്ടിറ്റിയും വേണമല്ലോ. അപ്പോൾ നമ്മൾ അതും കുറച്ചും കൂടെ കൂടുതലാക്കിയിട്ട് ചിരവിയെടുത്ത് അതും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ ലഞ്ച് നമ്മൾ കുറച്ച് സിമ്പിളാക്കാമെന്ന് വെച്ച്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ നാടൻ ചോറും കൂട്ടാനുണ്ടാക്കാനാണ് കൂടുതൽ സമയം എടുക്കുക. നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പരിപാടി തീരുമാനമാവും കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാദാ ചോറും അതേപോലെ തന്നെ അതിലോട്ട് കുമ്പളം വെച്ചിട്ട് മോര് കറി ഉണ്ടാക്കൂലേ നമ്മൾ, തൈരൊക്കെ ഒഴിച്ചിട്ട് അതും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ക്യാബേജ് തോരനും ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഫിഷ് ഫ്രൈ ആയിരുന്നു കരുതിയിട്ടുള്ളത്. ബട്ട് നല്ല ഫിഷൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ആണ് ആക്കിയത്. അങ്ങനെ കുമ്പളൊക്കെ കട്ട് ചെയ്തിട്ട് അതങ്ങോട്ട് വെച്ചിട്ടുണ്ട് കുക്കറിൽ. അതവിടെ കിടന്ന് അങ്ങോട്ട് ആയിക്കോട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിവിടെ നമ്മുടെ ക്യാബേജൊക്കെ അങ്ങോട്ട് ചോപ്പ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. പിന്നെ ഈ വീഡിയോ ഇച്ചിരി ലോങ് ആയി വരുന്നുണ്ട്. ഞാൻ കുറേ നോക്കി ഒതുക്കാൻ. നമ്മൾ ഏകദേശം ഒരു 8 മിനിറ്റിൻ്റെ വീഡിയോ ആണ് മാക്സിമം പോയാൽ ചെയ്യൽ. അതിൽ കൂടുതൽ അങ്ങോട്ട് വല്ലാണ്ട് നീളലൊന്നുമില്ല. ബട്ട് ഇത് എത്ര ഒതുക്കി തീർക്കാൻ നോക്കിയിട്ടും ഒതുങ്ങണില്ല. ഇനി ഒതുക്കുകയാണെങ്കിൽ ആകെ മൊത്തം പുകയിക്കാരം. ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാണുന്നതും നല്ല സ്പീഡിൽ ഓടിച്ച് കാണിക്കുമ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഒരല്പം ഇത് നീണ്ടുപോയത് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ചോറായിട്ടുണ്ട്. അത് നമ്മൾ റൈസ് കുക്കറിലോട്ട് അങ്ങോട്ട് ഇറക്കി വെച്ച് കറിയും അവിടെ കിടന്നിട്ട് ആവുന്നുണ്ട്. ഇവിടെ നമ്മുടെ കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എക്സ്പെഷ്യലി ഐബുട്ടന്. മറ്റോലെ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓലെ കാര്യങ്ങളൊക്കെ ഓല തന്നെ നോക്കാനായിട്ടുണ്ട്. ഓൾക്ക് പിന്നെ ഫോൺ കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട. ഐബുട്ടന് അത്ര വലിപ്പമുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആള് കുറച്ച് വില്ലനാണ് കേട്ടോ. എൻ്റെ ഫാദർലോയും മദർലോയും എപ്പോഴും പറയും ഓനോൻ്റെ ഡാഡിൻ്റെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആളുടെ തനി പകർപ്പാണ് എന്നുള്ളത്. അത് പിന്നെ അങ്ങനെയാണല്ലോ വരിക. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. അപ്പോൾ ആള് ചെറുപ്പത്തിൽ ഭയങ്കര ഇടങ്ങാറാക്കിനോലോ ഓലിട്ടിട്ട് 8 വട്ടം കറക്കിപ്പിച്ചീന്. അപ്പോൾ ഇവൻ്റെ കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോൾ അതന്നെയാണ് ഫീൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എനിവേ നമ്മുടെ കുമ്പളം മോരുകറിയൊക്കെ ഇവിടെ റെഡി ആയ സ്ഥിതിക്ക് അതിലോട്ടുള്ള ഒരു വറവുണ്ടല്ലോ അതും കൂടെ നമ്മൾ
റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഇതിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ കറിയുടെ പരിപാടി അങ്ങോട്ട് തീർന്ന് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ക്യാബേജ് തോരനും ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. 3 നേരം ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ സിമ്പിളായിട്ടുള്ള കാര്യമല്ല. ഒന്നാമത് നമ്മൾ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നത്, ഒരാൾ പോലും നമുക്ക് ഹെൽപ്പിനില്ല. ഒരു മീൽ കഴിഞ്ഞിട്ട് അടുത്ത മീൽ എന്ന് പറയുമ്പോൾ ഇതൊന്നും അത്ര വലിയ ബേർഡനായി തോന്നിയില്ല. ഇവിടെയാണ് എനിക്ക് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും മനസ്സിലായത്. പ്ലാനിങ് എന്ന് പറയുന്നത് സമയം മാത്രം സേവ് ചെയ്യുന്ന ഒരു കാര്യമല്ല, അതിലുപരി നമ്മുടെ മൈൻഡ് മൊത്തത്തിൽ റിലാക്സ് ചെയ്യും, കൺഫ്യൂഷനൊക്കെ ഇല്ലാതാക്കിയിട്ട്. അപ്പോഴേക്കതാ ചിക്കനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നേ, ഉച്ചയ്ക്കുള്ളതും ഡിന്നറിനുള്ളതും ഒക്കെ ഉണ്ട്. എന്ത് ചെയ്യണം എന്നറിയാത്തതാണ് പലപ്പോഴും നമ്മളെ കൂടുതൽ ടയേർഡ് ആക്കണത്. പക്ഷേ ആദ്യം ഇത്, പിന്നെ അത്, എന്നിട്ട് അത്, അങ്ങനെ കൃത്യമായൊരു ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിനിപ്പോൾ വീട്ടുകാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളായാലും ശരി. ഈ തിരക്ക് പിടിച്ച ലൈഫിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്ത് നോക്കാത്തോലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. എന്തായാലും അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിക്കാരം. ചോറും കറിയും ഉപ്പേരിയും ഒക്കെ ആയ സ്ഥിതിക്ക് നമുക്കിനി ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള ചിക്കനൊക്കെ ഇതാ മസാല പുരട്ടി സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ലൈക്ക് 65 അതുപോലെയൊക്കെയാണ് ഞാൻ മസാല റെഡിയാക്കണത്. 65 ആയില്ലെങ്കിലും ഏകദേശം ഒരു 64 എങ്കിലും ആയിട്ടുണ്ട്. മസാലയ്ക്ക് പെട്ടെന്ന് തന്നെ പിടിക്കാനും വേണ്ടിയിട്ട് ഫ്രീസറിലേന് നമ്മൾ വെച്ചിൻ്റെത്. ആഫ്റ്റർ 1 hour നമ്മളതെടുത്ത് ഫ്രൈ ആക്കാൻ പോവുകയാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മളിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കുളിച്ചതൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ തീർത്തിട്ട് വേണം പിന്നെ ഇവിടെ കിച്ചണിലുള്ള ആ ഒരു ക്ലീനിങ് കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ. ക്ലീനിങ് എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം തുടക്കാനൊന്നും നിന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ അകം അടിച്ചു വാരി ഇട്ടിട്ടുള്ളൂ കേട്ടോ. എല്ലാം കൂടെ എന്തായാലും ഇന്ന് പോസിബിൾ അല്ല. അങ്ങനെ ഇതാ അൽഹംദുലില്ലാ ഓൽക്ക് ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള ഭക്ഷണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ തുടങ്ങിയ ബിസി ഡേയുടെ പകുതി ഇപ്പം കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കുട്ടിനെ നോക്കലും ഓൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണലും കൂടെ വന്നപ്പോൾ ചെറിയൊരു ക്ഷീണമൊക്കെ തോന്നീനു. നിച്ചുവിനും സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഓലിൻ്റെ കൂടെ കട്ടൊക്കെ നിന്നീന്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ എനിക്ക് കൈബുട്ടിൻ്റെ കാര്യത്തിൽ അത്ര വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. മൊത്തത്തിൽ അങ്ങോട്ട് ആലോചിച്ചാൽ എനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിന്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് നമുക്ക് കണക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നും. ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയ സ്ഥിതിക്ക് ഇനി അതൊക്കെ അതായത് പാത്രങ്ങളിലോട്ടാക്കി വെക്കണം. അതിനൊക്കെ ഹെൽപ്പാക്കാൻ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാവും കേട്ടോ. അത് കൊണ്ടുപോയി വിളമ്പി കൊടുക്കാനും എടുത്തു വെക്കാനും അതിനേക്കാളും മിടുക്കനാണ്. ഉണ്ടാക്കണ ആ നേരത്തൊന്നും ആ ഭാഗത്തേക്ക് വരില്ല എന്ന് മാത്രം. ഇനി ഇതൊക്കെ അതായത് പാത്രങ്ങളിലാക്കി ടേബിളിലൊക്കെ കൊണ്ടുപോയി നിരത്തി വെച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോവാൻ. എനിവേ ഏകദേശം ഒരു 1.5 മണിക്ക് എങ്ങാണ്ടായിട്ടുണ്ടാകും. ആ ഒരു ടൈം ആയപ്പോഴേക്ക് തന്നെ ഒരു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളും ആ ഒരു സമയത്തും കാലത്തും ഒക്കെ സെറ്റാക്കിയപ്പോൾ മനസ്സിനും തന്നെ നല്ലൊരു സമാധാനം. എന്താവും എന്തോ എന്നുള്ള ഒരു ടെൻഷൻ എത്രയൊക്കെ നമ്മൾ ഈസിയാന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അത് നമ്മളെ അലട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. നമ്മൾ ഉണ്ടാക്കി വെച്ചതൊക്കെ നമ്മൾ തന്നെ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയൊരു സന്തോഷമൊക്കെ വരും അല്ലേ. ഇത്രയും നേരം നിന്നോടിയ അധ്വാനത്തിൻ്റെ ഫലം നമ്മളെ മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രൗഡ് ഫീൽ ആയിക്കാരം. ഇതൊക്കെ ഇപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണല്ലോ എന്നുള്ള ഒരു അഭിമാന നിമിഷം അത് നമുക്ക് തോന്നും. ഇടയ്ക്ക് സെൽഫ് ലവ് ഒക്കെ ആവാം, അതിലൊന്നും ഒരു കോംപ്രമൈസും വേണ്ട. നമ്മൾ തന്നെ നല്ലോണം സ്നേഹിക്കുക, നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക. ഉസ്താദുമാരൊക്കെ ഫുഡ് അയച്ച് പോയി, നമ്മളിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം ഞാനിതവിടെ കുറച്ച് ചിക്കന് മസാല, കുറച്ചധികം ചിക്കൻ ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ ഡിന്നർ സ്പെഷ്യലായിട്ട് ചിക്കൻ കടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലോട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് മസാല പുരട്ടി സെറ്റാക്കി വെക്കുകയാണ്. രാത്രിക്കൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ തിരക്ക് പിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആയിട്ട് നോക്കിയാൽ മതി. അതായത് ഒരു 6 മണിക്ക് എങ്ങാണ്ടായപ്പോഴാണ് ഞാൻ വീണ്ടും കിച്ചണിലോട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോഴേക്ക് ഇതൊക്കെ നല്ലോണം പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. എയർ ഫ്രയർ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഫ്രൈ ആക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. അധികം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓയിൽ ഫ്രീ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡും കഴിക്കുക. അതിലുപരി നമുക്ക് ഓയിലിനും ലാഭം. അത് കരുതിയിട്ട് കുറേ കറണ്ട് ബില്ലൊന്നും ഇതിമ പോണില്ല കേട്ടോ. നമ്മളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. സംഭവം അടിപൊളിയാണ്. എനിക്ക് എപ്പോഴും എൻ്റെ സ്കൂളത്തെ ടീമിനോട് എന്താ പറയുക, താങ്ക്സ് പറയാൻ തോന്നും കേട്ടോ. കാരണം അവരാണ് ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് നമ്മുടെ ഹൗസ് വാമിങ്ങിന്. അങ്ങനെ ചിക്കനൊക്കെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ട്രിപ്പായിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്.
നെയ്ച്ചോറും ചിക്കൻ കടായിയാണ് നമ്മൾ രാത്രിക്കൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറിനുള്ള പരിപാടികളും അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ചോറും തന്നെ നമ്മൾ 2 കുക്കറിലായിട്ടാണ് വെക്കുന്നത് കേട്ടോ. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 7 ആൾക്കാരുണ്ടാവും. രാത്രി പിന്നെ നമ്മുടെ ഉപ്പ ഉണ്ടാവും, പിന്നെ വേറെ ആരൊക്കെ ഒരു കാക്കയും കൂടെ ഒക്കെ ഉണ്ടാകും. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ വേണം. അതുകൊണ്ട് ഒരു കുക്കറിൽ എന്തായാലും തികയില്ല. 2 കുക്കറിലായിട്ടാണ് ഞാൻ നെയ്ച്ചോറ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും ഇവിടെ തലങ്ങും വിലങ്ങും വിസിലടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കടായിലോട്ടുള്ള കാര്യങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഉള്ളി കാര്യങ്ങളായാലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കനും തന്നെ ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ആക്കണില്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ അത്ര മാത്രമേ ആക്കുന്നുള്ളൂ. കടായിലോട്ടല്ലേ, അപ്പോൾ നല്ലോണം കറുമുറാന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ചിക്കന്. അങ്ങനെ അൽഹംദുലില്ലാ രാവിലെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഒന്നൊന്നായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു കാര്യം മനസ്സിലായത് കേട്ടോ. നമ്മൾ പലപ്പോഴും ജോലിയേക്കാളും കൂടുതൽ പേടിക്കുന്നത് അത് തുടങ്ങണതിൻ്റെ മുമ്പാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ ഘട്ടമായിട്ട് അത് അവസാനം അങ്ങോട്ട് തീരും. സോ ആദ്യം എന്ത് ചെയ്യണമെന്ന് മാത്രം തീരുമാനിക്കുക, ബാക്കിയുള്ളതൊക്കെ പിന്നെ അങ്ങോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങോട്ട് വന്നോളും. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടായി ചിക്കനും തൊട്ടപ്പുറത്ത് തന്നെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലോട്ടുള്ള മസാലയൊക്കെ നമ്മൾ, അതായത് ആ ഒരു ഗ്രേവി അത് നമ്മൾ സെറ്റാക്കിയല്ലോ. പിന്നെ നമ്മൾ എയർ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടെ അതിനകത്തേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോ ഒന്നും പറയണില്ല കേട്ടോ, കാരണം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ നമ്മളെല്ലാവരും എപ്പോഴും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗല്ല ഇത്. വീട്ടിൽ ഉസ്താദുമാരുടെ ചിലവൊക്കെ നടത്തുന്ന പോലാണെന്നുണ്ടെങ്കിൽ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ എങ്ങനെ സിമ്പിളായിട്ട് ഇതൊക്കെ പെട്ടെന്ന് തന്നെ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു ലൈക്ക് മോട്ടിവേഷൻ എന്നുള്ള രൂപത്തിലുള്ള ഒരു വീഡിയോ, അത് മാത്രമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇത് ഉപകാരമാവുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറക്കാണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഉസ്താദുമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള രാത്രിയിലെ ഭക്ഷണം നമ്മൾ ഓരോന്നായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതലുള്ള തിരക്കൊക്കെ അവിടെ അവസാനിക്കാൻ പോവാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ എനിക്കൊരു വലിയ ദിവസമായിട്ട് എനിക്ക് തോന്നിയിട്ടത്. ബട്ട് അൽഹംദുലില്ലാ എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞ്. പോകുന്നതിന് മുമ്പ് ഉസ്താദുമാർ നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും വീട്ടിലൊക്കെ ബർക്കത്ത് ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി മനസ്സറിഞ്ഞൊരു ദുആ ചെയ്യും. ശരിക്കും നമ്മുടെ മനസ്സ് നിറഞ്ഞു പോകുന്നൊരു ദുആ ആയിരുന്നേ. ഇത് തന്നെയാണ് ഈ ദിവസത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഭാഗം. അങ്ങനെ അൽഹംദുലില്ലാ പുതിയ വീട്ടിലെ ആദ്യത്തെ മൗലിയർ ചെലവും ഇവിടെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞ്. നമ്മൾ ചെയ്യണ നല്ല കാര്യങ്ങൾ അതിനിപ്പോൾ എന്തെന്നെ ആയിക്കോട്ടെ അതൊന്നും ഒരിക്കലും നിസ്സാരമായി കാണണ്ട. നമ്മുടെ അധ്വാനത്തിലും നമ്മുടെ സ്നേഹത്തിലും മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു നന്മയിലും ഒക്കെ നമുക്ക് തന്നെ സ്വയം അഭിമാനിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്കും ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്തോളി. സബ്സ്ക്രൈബ് ചെയ്യാത്തോലും മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.